ഇപ്പൊ ലൈവില് നമുക്ക് കുറച്ചു മുമ്പ് കാണാൻ സാധിച്ചത് ഋഷിയും അഭിഷേകും ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടയിൽ ഇന്നലെ അഭിഷേകും ജാസ്മിനും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഋഷി പറയുന്നു. കറക്റ്റ് ആയിട്ടുള്ള കാരണം പറഞ്ഞ് നോമിനേഷൻ ചെയ്യുക. കാരണം കഴിഞ്ഞ് പിന്നെ നടന്നതെല്ലാം ടാർഗറ്റിംഗ് ആയിരുന്നെന്ന് ഋഷി പറയുന്നു. അപ്പൊ അഭിഷേക് പറയുന്നുണ്ട്, കണ്ടന്റ് ദാരിദ്ര്യം കൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കിയതാ, ഞാൻ എന്തായാലും അവിടെ നിന്നു കൊടുത്തില്ല. പട്ടി പുറകെ നടന്ന് കുറച്ചുകൊണ്ടിരിക്കും, നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മളത് മൈൻഡ് ചെയ്യാതെ പോവുക എന്ന് അഭിഷേക് പറയുന്നുണ്ട്. അതിനുശേഷം അഭിഷേക് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ കള്ളത്തരം കാണിച്ച് എനിക്കൊരു 5 പേര് സപ്പോർട്ട് ചെയ്യുന്നതും ഞാനായിട്ട് നിന്നിട്ട് എനിക്ക് ഒരാള് സപ്പോർട്ട് ചെയ്യുന്നതും നല്ല വ്യത്യാസമുണ്ട്. ആ ഒരാള് സപ്പോർട്ട് ചെയ്യുന്നത് മതി എനിക്ക്, അതാണ് എനിക്ക് സന്തോഷം എന്ന് അഭിഷേക് പറയുന്നു. ജാസ്മിന്റെ കാര്യം വെച്ചിട്ട് തന്നെയാണ് അഭിഷേക് പറയുന്നത്, ജാസ്മിൻ ശരിക്കും ഇവിടെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിനകത്ത് വന്ന അന്ന് മുതൽ കള്ളത്തരം മാത്രം പറഞ്ഞു നിൽക്കുന്ന ജാസ്മിൻ കൂടെ നടന്നിട്ടുള്ള ഗബ്രിയോട് പോലും സത്യസന്ധമായിട്ട് പെരുമാറിയിട്ടില്ല. ഗബ്രിയോട് പോലും താൻ സ്നേഹിച്ച പയ്യനുമായിട്ടാണ് പുറത്തെ എൻഗേജ്മെന്റ് കഴിഞ്ഞതെന്നുള്ള കാര്യം ജാസ്മിൻ പറഞ്ഞിരുന്നില്ല. അതാണ് ഇന്നലത്തെ ഫൈറ്റിന്റെ ഇടയിൽ അഭിഷേക് പറയുന്നത്. പുറത്തെ കാര്യം പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് അഫ്സലിന്റെ കാര്യം അഭിഷേക് അവിടെ സംസാരിക്കാത്തത്, അല്ലാതെ ജാസ്മിനെ പേടിച്ചിട്ടല്ല. ശ്രീധുവിനടുത്ത് അവൻ വായി തോന്നുന്ന കള്ളത്തരങ്ങൾ വിളിച്ചു പറയുകയാണെന്ന് ജാസ്മിൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ ശ്രീധു മറുപടി കൊടുത്തിരുന്നു. പുറത്തെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ, അതുകൊണ്ടായിരിക്കും അഭിഷേക് പറയാത്തതെന്ന് ജാസ്മിനോട് ശ്രീധു പറഞ്ഞിരുന്നു. അപ്പൊ തന്നെ ജാസ്മിൻ വീണ്ടും തർക്കിക്കുന്നുണ്ട്, അവനൊന്നും പറയാനില്ലാത്തതുകൊണ്ടാ, അല്ലാതെ വേറെ എന്ത് കാര്യം അവന് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. ഏതായാലും ജാസ്മിൻ കള്ളത്തരം കാണിച്ച് നേടിയ വോട്ടൊന്നും ജാസ്മിന് ഫൈനൽ വരെ കൊണ്ടെത്തിക്കില്ല. ഇപ്പൊ ശക്തമായി മുന്നോട്ട് പോകുന്ന ജാസ്മിന്റെ PR ടീംസ് അതിന് പരിശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അഭിഷേക് പറയുന്നുണ്ട്, കള്ളത്തരം കാണിച്ചു കിട്ടുന്ന വോട്ടിലൂടെ എനിക്ക് ടോപ്പ് 5 എത്തണ്ട, എന്നാൽ ഞാൻ ആരാണെന്ന് അറിഞ്ഞ് എനിക്ക് ഒരാൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ടെന്നാണ് അഭിഷേക് പറയുന്നത്. കാണുന്ന ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകുന്നതിൽ ഒരു കുഴപ്പമില്ല, സന്തോഷം മാത്രമേ ഉള്ളെന്നും അഭിഷേക് ഋഷിയോട് പറയുന്നു. ഇന്നത്തെ എപ്പിസോഡിനെ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യൂ.